5 കൊല്ലം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് CPMകാർ ഒരു ഗുണ്ടിറക്കി. ഗുണ്ടിതാണ്, രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വരുന്ന ലീഗുകാർ ആരും പച്ചക്കൊടിയുമായി വരരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലക്കിയിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആ രീതിയിലുള്ള യാതൊരു നിർദ്ദേശവും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇത് വ്യാപകമായിട്ട് പ്രചരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ലീഗുകാർ പ്രകോപിതരായി. ഈ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്ന എല്ലാ ലീഗുകാരും കയ്യിൽ പച്ചക്കൊടിയുമായിട്ടാണ് വന്നത്. അപ്പോൾ സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി വന്നപ്പോൾ എമ്പാടും പച്ചക്കൊടികളാണ്. അതിനിടയ്ക്ക് ഏതാനും ത്രിവർണ്ണ പതാകകളും കാണപ്പെട്ടു. ത്രിവർണ്ണ പതാകയും കൊണ്ട് വരണം എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ് ഓഫീസിൽ അതിന് ഭാഗത്തിന് ത്രിവർണ്ണ പതാകയുമില്ല. വല്ല ഓണത്തിനോ സംക്രാന്തിക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ത്രിവർണ്ണ പതാക ഉപയോഗിക്കുമെന്നല്ലാതെ കോൺഗ്രസ്സുകാർക്ക് ഈ പതാകയോട് പ്രത്യേകിച്ച് അങ്ങനെ പ്രേമമോ താല്പര്യമോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ വിചാരിച്ചു പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ടാണ് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വന്നിട്ടുള്ളത് എന്ന്. BJPക്കാർ അതിന് വലിയ പ്രചാരം കൊടുത്തു. നൂറുകണക്കിന് ആളുകൾ പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കും, ഇയാൾക്ക് ഏത് രാജ്യത്തോടാണ് കൂറ് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നേതൃത്വം ഇത് വിശദീകരിച്ചു. നിങ്ങളീ കാണുന്നത് പാകിസ്ഥാൻ്റെ കൊടിയല്ല, പാകിസ്ഥാൻ്റെ പതാകയല്ല, ഇത് മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ്. അപ്പോൾ വീണ്ടും സംശയം വർദ്ധിച്ചു. ഈ വടക്കേ ഇന്ത്യക്കാർക്ക് അറിയാവുന്ന ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്ന സാഹിബിൻ്റെ ലീഗാണ്. കുഞ്ഞാപ്പയുടെ ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി മലപ്പുറം ജില്ലയിലുള്ള കാര്യം വടക്കേ ഇന്ത്യക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇത് പിന്നെയും സംശയം വർദ്ധിച്ചു. കണ്ടോ, ജിന്നയുടെ കൊടിയുമായിട്ടാണ് രാഹുലിനെ ആളുകൾ സ്വീകരിക്കുന്നത്, ഇയാൾക്ക് ഏത് രാജ്യത്തോടാണ് കൂറ്? വീണ്ടും അത് തന്നെ ചോദ്യം. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായതും സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ അമേത്തി മണ്ഡലത്തിൽ തോറ്റുപോയി. ഏതായാലും ആ തോൽവിയോടുകൂടി കോൺഗ്രസ്സുകാരൊരു പാഠം പഠിച്ചു. ലീഗുകാർക്കും കാര്യം മനസ്സിലായി. ഈ കൊടി, പച്ചക്കൊടി എന്ന് പറഞ്ഞാൽ വളരെ പരിപാവനമായ ഒരു കാര്യമാണെങ്കിൽ പോലും വടക്കേ ഇന്ത്യയിലുള്ള വിജ്ഞാനമില്ലാത്ത ആളുകൾ, അജ്ഞാനികൾ തെറ്റിദ്ധരിക്കാനിടയാവും. അതുകൊണ്ട് ഇത്തവണ രാഹുൽജി വരുമ്പോൾ, അത് നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ ആരും പച്ചക്കൊടി കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ലീഗുകാർ പച്ചക്കൊടി ഇല്ലാണ്ട് വരുമ്പോൾ കോൺഗ്രസ്സുകാർ ത്രിവർണ്ണ പതാകയും കൊണ്ടുപോകുന്നത് ശരിയല്ലോ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും പതാകയില്ലാതെ രാഹുലിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ഘടകകക്ഷികളും പതാക ഉപേക്ഷിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു, നോമിനേഷനൊക്കെ കൊടുത്തു. പുള്ളി തിരിച്ചു പോയി. അപ്പോഴത്തേക്കും മാർക്സിസ്റ്റുകാർ ഇതൊരു വിഷയമാക്കി. ലീഗുകാർക്ക് എന്താണ്, പതാക എടുത്താൽ സ്വന്തം പതാക പൂഴ്ത്തി വെച്ചിട്ട് രാഹുലിനെ സ്വീകരിക്കുന്ന നട്ടിലില്ലാത്ത പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. പഴയ ആരോപണം തിരിച്ചു ഉപയോഗിക്കുകയാണ്. ലീഗുകാരും കോൺഗ്രസ്സുകാരും ആകെ ഡിഫൻസിലായി. അവരെന്ത് പറയും? അവർ പറഞ്ഞു, ഇത് പതാകയല്ല പ്രശ്നം, രാഹുലാണ് പ്രശ്നം, ഇത് വെച്ച് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വൃന്ദമാടത്തിൻ്റെ പുതിയ നമ്പർ. അവർ LDFൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ എന്ന് പറയുന്ന ഒരു പച്ചക്കൊടി വീശി. കണ്ടോ, ഞങ്ങൾക്ക് പച്ചക്കൊടി പിടിക്കാൻ ഒരു പേടിയുമില്ല, ഇത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നണിയിലെ അതിശക്തമായ ഒരു ഘടകകക്ഷിയുടെ കൊടിയാണ്. ഈ ഘടകകക്ഷിയുടെ കൊടി പിടിക്കാൻ വൃന്ദക്കാരായിട്ടായി എനിക്ക് യാതൊരു പേടിയുമില്ല, യാതൊരു നാണവുമില്ല എന്നവർ പറഞ്ഞു. അതിന് പത്രങ്ങളിലൊക്കെ വലിയ പ്രാധാന്യം കിട്ടി. നമ്മുടെ കാസിം ഇരിക്കൂറൊക്കെ അത് കണ്ട് വളരെ പുളകിതനായിട്ട് പുറകിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സംഗതി ശരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് അഥവാ INL. ഈ INLൻ്റെ കൊടിയും പച്ചയാണ്. പക്ഷേ ഈ വയനാട്ടിൽ എത്ര INLകാരുണ്ട്? പോട്ടെ, കേരളത്തിൽ എത്ര INLകാരുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിഗംഭീരമായ ഒരു ശക്തിപ്രകടനം നടക്കുകയാണെങ്കിൽ INLൻ്റെ കൊടി പിടിക്കാൻ എത്ര ആളുണ്ടാവും? INLൻ്റെ കൊടി മിക്കവാറും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നാണ് കൂട്ടുന്നത്. ഇത് പിടിക്കുന്നവരും മാർക്സിസ്റ്റുകാർ തന്നെ ആയിരിക്കും, നമുക്കറിയാം. അല്ലാണ്ട് കൊടി പിടിക്കാൻ മാത്രമൊന്നും INLകാർ നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു കൊടി വയനാട്ടിൽ വീശി കാണിക്കാം, ഇല്ലേ? അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വൃന്ദമാടം വീശി കാണിച്ചാൽ എന്തായിരിക്കും ഫലം എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ വ്യക്തമാണ്. അത് പിന്നെ വേറൊരു ഗുണമുണ്ട്. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വാളയാറ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു അറിയുമില്ല, ഒരു വേവലാതിയില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്ര സീറ്റ് കിട്ടുന്നതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പശ്ചിമ ബംഗാളിൽ എത്ര കിട്ടും, ത്രിപുരയിൽ എത്ര കിട്ടും, പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും എന്നൊന്നും പേടിക്കേണ്ട. കാരണം ഇതിനപ്പുറത്തേക്ക് ഈ സാധനം ഇല്ല. പച്ചക്കൊടിയോ നീലക്കൊടിയോ മഞ്ഞക്കൊടിയോ ഏത് കൊടി വയ്ക്കാലും യാതൊന്നും പേടിക്കാനില്ല. കാരണം ഇവിടെ നിന്ന് എത്ര കനൽ എത്ര തരി എന്നേ നോക്കേണ്ടതുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് 1-2 സീറ്റ് DMKയുടെ കാരുണ്യത്തിൽ കിട്ടിയാൽ കിട്ടി. അതിനപ്പുറത്തേക്ക് എന്ത് ഇടതുപക്ഷമുള്ളത്? വൃന്ദ കാരാട്ടെന്ന് പറഞ്ഞ നേതാവിന് എത്ര ആളറിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ.
നമുക്കറിയാം അവർ വലിയ നേതാവാണ്. സാക്ഷാൽ പ്രകാശ് കാരാട്ടിൻ്റെ സഹധർമ്മിണിയാണ്. മാർക്സിസം ലെനിനിസത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളതാണ്. പക്ഷേ വടക്കേ ഇന്ത്യക്കാർക്ക് അറിയില്ല. വടക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി തന്നെ അപ്രസക്തമാണ്. പിന്നെയാണ് INL, പിന്നെയാണ് പച്ചക്കൊടിയോ നീലക്കൊടിയോ മഞ്ഞക്കൊടിയോ മെറൂൺ കൊടിയോ വേണമെങ്കിൽ വീശാം, ഒരു കുഴപ്പമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതുപോലെ ചെയ്ത സംഗതി വിവരം അറിയും. അതുകൊണ്ടാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, CPMൻ്റെ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രം തന്നെ പല സ്ഥലത്തും ചുവന്ന ബാക്ക്ഗ്രൗണ്ടിലല്ല പച്ചയിലാണ് അടിച്ചിട്ടുള്ളത്. സഖാവ് വസീഫിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പോസ്റ്ററുകൾ പച്ച പശ്ചാത്തലത്തിലാണ്. ചില സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള കൊടികൾ അത് പച്ചയിലാണ്. പച്ചയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കുള്ളൊരു സൗകര്യമാണ്. ഇനി പച്ചയിലടിച്ച് ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ കാവിയിലടിക്കും, അല്ലെങ്കിൽ വയലറ്റിലടിക്കും, അല്ലെങ്കിൽ നീലയിലടിക്കും. നീലയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മാർക്സിൻ്റെ മൂലധനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതിലും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ പറഞ്ഞിട്ടുള്ളത്? എവിടെ വേണമെങ്കിലും അടിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ വക അഭ്യാസങ്ങളൊക്കെ കുറച്ച് ആൾ ഇതൊക്കെ ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കാൻ പറ്റും. INLൻ്റെ കൂടി ഇവിടെ വീശി കാണിക്കും, അല്ലെങ്കിൽ പച്ച പശ്ചാത്തലത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്ത കൊടികളിലൂടെ പറപ്പിക്കും. പച്ചച്ചെങ്കുടി പാറട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കും. കുറച്ച് കാലത്തേക്ക് ആളുകളെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ കാലം വല്ലാതെ മാറി. ജനങ്ങൾക്കൊക്കെ സാമാന്യം ബുദ്ധിയായി. പണ്ടത്തെ പോലെ ജാഥയ്ക്ക് പോകാനും മുദ്രാവാക്യം വിളിക്കാനും ഇനിയുള്ള കാലത്ത് ആളെ കിട്ടുകയില്ല. സഖാവ് ജയരാജൻ പറഞ്ഞുകൊണ്ട് കട്ടൻ ചായയും പരിപ്പോടയും കൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനം ഒരുപാട് കാലം കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ആളുകളെ പറ്റിക്കാനായിട്ട് പച്ചച്ചെങ്കുടിയോ അല്ലെങ്കിൽ നീലച്ചെങ്കുടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരുപാട് കാലത്തേക്ക് ഈ പരിപ്പ് വേവില്ല. അപ്പോൾ എനിക്ക് വൃന്ദ സഖാവിനോട് പറയാനുള്ളതാണ്, യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.